നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേരള തീരത്ത് ബേപ്പൂരിനടുത്ത് പൊട്ടിത്തെറിയുണ്ടായ കപ്പലിൽ തീ ആളിപ്പടരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം അതീവ ദുഷ്കരമെന്ന നാവികസേന. കപ്പൽ മുഴുവൻ കത്തി നശിക്കാൻ സാധ്യത. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്നതായും സൂചന. രക്ഷാപ്രവർത്തനത്തിന് കോസ്റ്റ് ഗാർഡും നേവിയുടെ INS സൂറത്ത് ഉൾപ്പെടെ 5 കപ്പലുകളും. വാൻഹായ് 503 നമ്പർ കപ്പലിന്റെ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ. വായുവുമായി സമ്പർക്കമുണ്ടായാൽ പൊട്ടിത്തെറിക്കുന്ന രാസവസ്തുക്കളുണ്ടെന്ന് നിഗമനം. കപ്പലിലെ തീ അണയ്ക്കാൻ ഊർജിത ശ്രമം. തീപിടിച്ച കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകി നടക്കുന്നതായി നാവികസേന. കപ്പൽ ജീവനക്കാരിൽ ഭാരതീയരില്ല എന്ന് സ്ഥിരീകരണം. നരേന്ദ്രമോദിയുടെ ഭരണകാലം രാജ്യം സുവർണ ലിപികളിൽ രേഖപ്പെടുത്തുമെന്ന് JP നദ്ദ. വികസനത്തിന്റെ രാഷ്ട്രീയം അവതരിപ്പിച്ചത് നരേന്ദ്രമോദി. രാഷ്ട്ര നന്മയ്ക്കായി കടുത്ത നിലപാടുകൾ സ്വീകരിച്ചെന്നും 3ാം മോദി സർക്കാരിന്റെ 1ാം വാർഷികത്തിൽ BJP ദേശീയ അധ്യക്ഷൻ. ഛത്രപതി ശിവജി മഹാരാജിന്റെ ധീരോദാത്തമായ ജീവിതത്തെ അനുസ്മരിച്ച് രാജ്യം. ഛത്രപതിയുടെ 351ാം സിംഹാസനാരോഹണ വാർഷികത്തിൽ മഹാരാഷ്ട്രയിൽ ഭാരത് ഗൗരവ് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ദേശവിരുദ്ധത തുടർന്ന് ജമാഅത്തെ ഇസ്ലാമി. ടാറ്റ കമ്പനിയായ സ്റ്റുഡിയോയ്ക്കെതിരായ ബഹിഷ്കരണം തുടരും. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുമെന്ന SIO. പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. കേരള തീരത്ത് ബേപ്പൂരിനടുത്ത് പൊട്ടിത്തെറിയുണ്ടായ കപ്പലിൽ തീ ആളിപ്പടരുകയാണ്. തീ അണയ്ക്കാൻ ശ്രമം അതീവ ദുഷ്കരമെന്ന നാവികസേന. കപ്പൽ മുഴുവൻ കത്തി നശിക്കാൻ സാധ്യതയാണ്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്നതായും സൂചനയുണ്ട്. കപ്പലിലുള്ള 150 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളാണ് ഉള്ളത്. സിംഗപ്പൂർ ഷിപ്പിംഗ് അധികൃതർക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ കരയിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ശ്രമം തുടരുന്നുവെന്നും നാവികസേന അറിയിച്ചു. പരിക്കേറ്റ കപ്പൽ ജീവനക്കാരെ ഹെലികോപ്റ്റർ മാർഗം മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. കാണാതായ 4 പേർക്കായി തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. INS സൂററ്റ് ഉൾപ്പെടെയുള്ള കപ്പലുകൾ ദൗത്യത്തിൽ പങ്കെടുക്കുന്നു. ചൈന, ഇന്തോനേഷ്യ, തായ്വാൻ, മ്യാൻമാർ സ്വദേശികളാണ് കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ. ബേപ്പൂരിൽ നിന്ന് 144 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ഇന്ന് രാവിലെ 9:30 അപകടം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കപ്പൽ സമ്പൂർണ്ണമായി കത്തി അമരുകയാണ്. അതിലുള്ള കണ്ടെയ്നറുകൾക്കും തീ പിടിച്ചിട്ടുണ്ട്. ഈ കപ്പൽ തീരത്തേക്ക് അടുക്കാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കോസ്റ്റ് ഗാർഡും നാവികസേനയും ഒക്കെ അറിയിക്കുന്നു. INS സൂററ്റ് ഉൾപ്പെടെയുള്ള 5ഓളം കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. ഹെലികോപ്റ്ററുകളിലാണ് ഈ കപ്പലിലുള്ള ജീവനക്കാരെ, ക്യാപ്റ്റൻ അടക്കമുള്ള ജീവനക്കാരെ രക്ഷിക്കുന്നത്. അവരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. 4 പേരെ കാണാതായി എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ് അനഘ? വിനോദ്, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, അതായത് ഈ കപ്പലിൽ നിന്ന് പരിക്ക് പറ്റിയ ആ 18 പേരെയും മംഗലാപുരത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഈ ബേപ്പൂർ തുറമുഖത്തേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ സൂചന ലഭിച്ചിരുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളടക്കം ഇവിടെ കൃത്യമായി ഒരുക്കിയിരുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഈ പരിക്ക് പറ്റിയ ഈ ക്യാപ്റ്റൻ അടക്കമുള്ള 18 പേരെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുമെന്നാണ്. ഈ പരിക്ക് പറ്റിയ 18 പേരിൽ 5 പേർക്ക് പരിക്ക് ഗുരുതരമാണ്. ഇവരെ എയർലിഫ്റ്റ്
ചെയ്യാനുള്ള ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്, ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ എയർലിഫ്റ്റ് ചെയ്യുക എന്നതൊരു ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ എയർലിഫ്റ്റ് ചെയ്യണോ എന്നതടക്കമുള്ള ചർച്ചകൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമയമായി കൃത്യം 11:30 ഈ കപ്പലിനകത്തുള്ള തീ അണയ്ക്കാനുള്ള ശ്രമം ഈ കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ തന്നെ ഭാഗത്ത് നിന്ന് ഊർജിതമായി തന്നെ നടന്നിരുന്നു. പക്ഷേ ആ ശ്രമമെല്ലാം വിഫലമായിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതായത് നേരത്തെ ഒരു ഘട്ടത്തിൽ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കപ്പലിലെ തീ നിയന്ത്രണ വിധേയമല്ല, തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിലുള്ള വസ്തുക്കൾ, അതായത് ഉരസിയാൽ പോലും പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള വസ്തുക്കളാണ്, ആ വസ്തുക്കൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഈ കപ്പലിലെ ക്യാപ്റ്റൻ അടക്കം ആ സമയത്ത് കപ്പൽ ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്നിരുന്നു. ഈ 18 പേർക്കൊപ്പം ക്യാപ്റ്റനുമുണ്ട്. അങ്ങനെ ഒരു ക്യാപ്റ്റൻ ഒരു കപ്പൽ ഉപേക്ഷിക്കണമെങ്കിൽ ഒരു രീതിയിലും കപ്പലിനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന നിഗമനത്തിൽ എത്തുമ്പോൾ മാത്രമാണ്, അതുകൊണ്ട് തന്നെയായിരിക്കാം ക്യാപ്റ്റൻ ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കപ്പൽ മുഴുവനായും കത്തിച്ചാമ്പലാകും എന്ന് തന്നെയാണ്. ഒരു രീതിയിലുമുള്ള നേരത്തെയൊക്കെ തന്നെ കപ്പലിനടുത്തേക്ക് എത്താനുള്ള ഒരു ശ്രമം ഈ കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളാണ് ഇപ്പോൾ അവിടെയുള്ളത്. പക്ഷെ ആ കപ്പലുകൾക്കൊന്നും ഈ ഇപ്പോൾ കത്തുന്ന കപ്പലിനടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ കപ്പലിനകത്ത് നിന്ന് കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. 600-ലധികം കണ്ടെയ്നറുകൾ ഈ അകത്തുണ്ട്. മാത്രമല്ല 20-ലധികം കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ കടലിൽ പതിച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾ കരക്കെത്തിക്കാതെ അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. പക്ഷെ അതും രക്ഷാപ്രവർത്തനത്തിന് പോയ ഈ കോസ്റ്റ് ഗാർഡിന്റെ ഈ 5 കപ്പലുകളും ആ ദൗത്യവും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനത്തിനായി അവിടെ എത്തിയിരിക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെ ഈ കപ്പലിലായിരുന്നു 18 പേരും ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവരെ രക്ഷിക്കാനായി മറ്റ് കപ്പലുകൾ അവിടേക്ക് എത്തിയിരുന്നു. അവരും ഈ രക്ഷാപ്രവർത്തനത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു. പക്ഷേ ആർക്കും തന്നെ ഈ കപ്പലിലുള്ള തീ നിയന്ത്രണ വിധേയമാക്കാൻ ഈ സമയമായിട്ടും കഴിയുന്നില്ല എന്നതാണ്. അത് കഴിയാത്തൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കപ്പലിലെ ക്യാപ്റ്റൻ അടക്കം ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. നേരത്തെ ഘട്ടത്തിലൊന്നും തന്നെ കപ്പലിനകത്ത് എന്താണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നേരത്തെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കപ്പലിനകത്ത് ദ്രാവക രൂപത്തിലുള്ള ഗുരുതരമായി കത്തിപ്പിടിക്കാനുള്ള വസ്തുക്കളുള്ളത് എന്നതാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കപ്പലിനകത്ത് ലിഥിയം ബാറ്ററി, ഗൺ പൗഡർ, ടർപ്പന്റൈൻ, പിന്നെ കപ്പലിനകത്ത് ആസിഡുകൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കപ്പലിനകത്ത് ഉള്ളത്. മറ്റേ ചില രാസവസ്തുക്കൾ കൂടി കപ്പലിനകത്ത് ഉണ്ട് എന്നുകൂടിയുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ പരസ്പരം ഉരസിക്കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഇപ്പോൾ അവിടെയുണ്ട്. മാത്രമല്ല ഈ കപ്പലിനകത്ത് നിന്ന് കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് പതിക്കുന്നത് കൊണ്ട് തന്നെ കടലിന്റെ ഓളം അത് വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഈ കപ്പലിനെ തീ അണയ്ക്കാനുള്ള പ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ്. കോസ്റ്റ് ഗാർഡിന്റെ ഈ 5 കപ്പലുകൾക്കും ഈ കത്തുന്ന ഈ കപ്പലിനടുത്തേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. ഒരു ഫയർ ഫൈറ്റും അവിടെ നടത്താൻ സാധിക്കുന്നില്ല എന്നതാണ്. അതായത് തീ അണയ്ക്കാനുള്ള ഒരു നടപടിയും സാധിക്കുന്നില്ല. ഈ കപ്പലിന്റെ ഏറ്റവും താഴത്തെ ഡക്കിലാണ് തീപിടുത്തം ആദ്യം ഉണ്ടായത്. അവിടെ നിന്ന് തീ പടർന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക്, മറ്റ് കണ്ടെയ്നറിന്റെ അകത്തേക്കൊക്കെ തന്നെ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു രീതിയിലും ഒരു തരത്തിലും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. മാത്രമല്ല കപ്പൽ ഏതെങ്കിലും തരത്തിൽ ഈ കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നഷ്ടപ്പെട്ട ഈ കപ്പൽ കരയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം ഒരു രീതിയിലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആ രീതിയിലൊക്കെ തന്നെ വലിയ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ കപ്പലിൽ നിന്ന് നിരന്തരം ഈ കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ തീ അണയ്ക്കാനുള്ള പരിശ്രമത്തിന് വെല്ലുവിളിയാണ്. അത് മാത്രമല്ല ഈ കപ്പൽ ഈ തിരക്കൊപ്പം ആടിയുലഞ്ഞ് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോകാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയോടെ അല്ലെങ്കിൽ അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ്. മറ്റൊന്ന്, ഈ കണ്ടെയ്നറിനകത്ത് നിന്ന് വലിയ രീതിയിൽ ഉഗ്ര ശബ്ദത്തോടുകൂടി സ്ഫോടനം നടക്കുന്നുണ്ട് എന്നതാണ്. എന്തായാലും വ്യക്തമാണ് അനഘ. കേരള തീരത്ത് ബേപ്പൂരിനടുത്ത പൊട്ടിത്തെറിയുണ്ടായ കപ്പലിൽ തീ ആളിപ്പടരുകയാണ്. തീ അണയ്ക്കാൻ ശ്രമം അതീവ ദുഷ്കരമെന്ന് നാവികസേന ഇപ്പോൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു. കപ്പൽ മുഴുവൻ കത്തി നശിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കപ്പലിലുള്ള 150ഓളം കണ്ടെയ്നറുകൾ അപകടകരമായ വസ്തുക്കളാണുള്ളത്. സിംഗപ്പൂർ ഷിപ്പിംഗ് അധികൃതർക്ക് ഈ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ കരയിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ
നാവികസേന തുടരുന്നുണ്ട്. പരിക്കേറ്റ കപ്പൽ ജീവനക്കാരെ ഹെലികോപ്റ്റർ മാർഗം മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. കാണാതായ 4 പേർക്കുള്ള തെരച്ചിലും പുരോഗമിക്കുന്നുണ്ട്. INS സൂററ്റ് ഉൾപ്പെടെ കപ്പലുകൾ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുകയാണ്. ചൈന, ഇന്തോനേഷ്യ, തായ്വാൻ, മ്യാൻമാർ സ്വദേശികളാണ് കപ്പലിൽ ഉള്ളത്. ബേപ്പൂരിൽ നിന്ന് 144 കിലോമീറ്റർ അകലെ അറബിക്കടൽ. ഇന്ന് രാവിലെ 9:30 അപകടം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ. മറ്റൊരു വാർത്തയിലേക്ക്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ അനധികൃത കുടിയേറ്റ കലാപം തുടരുന്നു. 100-ലേറെ പ്രധാന പാതകൾ പ്രതിഷേധക്കാർ തടഞ്ഞു. റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. 3 ദിവസമായി തുടരുന്ന കലാപം നിയന്ത്രിക്കാൻ ഡൊണാൾഡ് ട്രംപ് നാഷണൽ ഗാർഡ്സിനെ വിന്യസിച്ചു കഴിഞ്ഞു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വളരെ ഗുരുതരമായ നിലയിലുള്ള ഒരു കലാപം അവിടെ രൂപപ്പെടുന്നു. ലോസ് ഏഞ്ചൽസിൽ അനധികൃത കുടിയേറ്റ കലാപം തുടരുന്നു. 100-ലേറെ പ്രധാന പാതകൾ പ്രതിഷേധക്കാർ തടഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കലാപത്തിൻ്റെ രൂക്ഷമായ അവസ്ഥ. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും വലിയൊരു കലാപമാണ് ലോസ് ഏഞ്ചൽസിൽ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 2 ദിവസമായി, അതായത് ഏതാണ്ട് 3 ദിവസത്തോളമായി ഇന്ന് ഉൾപ്പെടെ ഈ കലാപം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ കലാപം ശക്തമായൊരു സാഹചര്യത്തിലാണ് നാഷണൽ ഗാർഡ്സിനെ വിന്യസിക്കുകയും അതുപോലെ തന്നെ മറീനുകളെ വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ 101ഓളം റോഡുകൾ, പ്രധാന റോഡുകൾ ലോസ് ഏഞ്ചൽസിൽ ഇപ്പോൾ കയ്യേറ്റക്കാർ അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെ പ്രക്ഷോഭകാരികൾ തടയുകയും അത് ക്ലിയർ ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അറിയാവുന്നതാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ, അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം കൃത്യമായും ഈ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയതോടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ആരംഭിക്കുകയും അവർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി, ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത് അവിടെ നിലനിൽക്കുന്ന പ്രാദേശിക ഭരണ സംവിധാനം, അതായത് ഗവർണർ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭരണ സംവിധാനം ഈ പ്രക്ഷോഭകാരികളോടൊപ്പം അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരോടൊപ്പം നിൽക്കുന്നു എന്ന ഏറെ ഗൗരവമേറിയൊരു വിഷയമാണുള്ളത്. ഗാവിൻ ന്യൂസം എന്ന് പറയുന്ന അവിടെയുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഗവർണർ കൂടിയായ വ്യക്തി വളരെ കൃത്യമായി പറയുന്നത് ഈ സേനാ വിന്യാസവും അതുപോലെ തന്നെ ട്രംപിൻ്റെ നടപടികളുമെല്ലാം തന്നെ അനാവശ്യമാണ്, അത് ഉടൻ തന്നെ പിൻവലിക്കണമെന്നൊരു നിലപാടാണ്. ക്രമസമാധാന പ്രശ്നം പോലും ഉണ്ടായൊരു സാഹചര്യത്തിൽ പോലും അവിടെ കാലിഫോർണിയൻ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരു രാഷ്ട്രീയ സ്വഭാവം ഇതിനുണ്ട്. ഡെമോക്രാറ്റിക്കുകളും റിപ്പബ്ലിക്കുകളും തമ്മിൽ അല്ലെങ്കിൽ ട്രംപിനെതിരായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ഒരു വശത്ത് അങ്ങനെ ഒരു ചർച്ചകൾ നടക്കുന്നു. മാത്രമല്ല ഈ കുടിയേറ്റക്കാരുടെ ഒരു അക്രമോത്സുക സ്വഭാവമുള്ള ഇത്തരത്തിൽ കുറേ കൂടി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രദേശം കൂടിയാണ് കാലിഫോർണിയയും അതുപോലെ തന്നെ ലോസ് ഏഞ്ചൽസും. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഇത്തരത്തിലുണ്ടാവുകയും സർക്കാരിനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് വലിയ വെല്ലുവിളി തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ 3 ദിവസം തികഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നു തുടങ്ങിയിട്ട് ഈ ആക്രമണങ്ങളൊന്നും തന്നെ വിട്ടുവീഴ്ചയില്ലാതെ തടയുമെന്ന കർശന നിലപാട് തന്നെയാണ് ട്രംപ് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. 130-ലേറെ അറസ്റ്റുകൾ ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ആക്രമണത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല, അത് അടിച്ചൊതുക്കുക തന്നെ ചെയ്യുമെന്ന് വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. വിനോദ്, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് അനധികൃത കുടിയേറ്റ കലാപം ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. 100-ലേറെ പ്രധാന പാതകൾ പ്രതിഷേധക്കാർ തടഞ്ഞു കഴിഞ്ഞു. റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും തുടരുന്നു. 3 ദിവസമായി തുടരുന്ന കലാപം നിയന്ത്രിക്കാൻ ഡൊണാൾഡ് ട്രംപ് നാഷണൽ ഗാർഡ്സിനെ വിന്യസിച്ചു കഴിഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്. 3ാം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയിട്ട് ഇന്നേക്ക് 1 വർഷം. സഖ്യകക്ഷി സർക്കാരാണെങ്കിലും ദേശീയതയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഓരോ നടപടികളും. കഴിഞ്ഞ 1 വർഷത്തെ പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരമായി പറയാവുന്നത് വഖഫ് ഭേദഗതി നിയമം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി ശക്തമായ നീക്കങ്ങൾ NDA സർക്കാരിൽ നിന്ന് ഉണ്ടായി. ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തി. 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ തുടങ്ങി ജനകീയ പ്രഖ്യാപനങ്ങളും ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായി. मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा.
2024 ജൂൺ 9 മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുന്ന ഏക വ്യക്തി. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഒന്നും രണ്ടും മോദി സർക്കാരുകളെ പോലെ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രചരണം. സഖ്യ സർക്കാർ ആയതുകൊണ്ട് BJPയുടെ പ്രഖ്യാപിത അജണ്ടകൾ നടപ്പാക്കില്ലെന്നും പലരും കരുതി. പക്ഷേ വികസിത ഭാരതത്തിനായുള്ള ചുവടുവെപ്പുകളും രാഷ്ട്ര സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും മോദി തുടരുകയാണ്. केरला का मुनम्बम का जो इशू है वो तो अभी सब जान ही रहा है कि 600 क्रिश्चियन फैमिलीज का जो जमीन को वक्फ बोर्ड ने वक्फ डिक्लेयर कर दिया, चर्च का भी कर दिया और आगे जाने का रास्ता भी बंद कर दिया था. अगर हम ये बिल पारित कर दिया उसका अपना जमीन वापस मिल जाएंगे. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവുർ റാണയെ ഭാരതത്തിൽ എത്തിച്ചത് നയതന്ത്ര നേട്ടമായി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തിരിച്ചടി. ജപ്പാനെ പിന്തള്ളി ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം വളർന്നു. സാധാരണക്കാരന് ആശ്വാസം പകരുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിലുണ്ടായി. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. വിവിധ കക്ഷികൾ ചേരുന്ന സഖ്യ സർക്കാരിനെ എങ്ങനെയാണ് ആർജവത്തോടെ നയിക്കേണ്ടതെന്നും നരേന്ദ്രമോദി കാട്ടിത്തന്നു. മുന്നണിയിൽ ഒരു ഭിന്നതയുമില്ലാതെയാണ് NDA സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുന്നത്. ജനം, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലം രാജ്യം സുവർണ ലിപികളിൽ രേഖപ്പെടുത്തുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. രാജ്യത്ത് മോദിയാണ് വികസനത്തിന്റെ രാഷ്ട്രീയം അവതരിപ്പിച്ചത്. രാഷ്ട്ര നന്മയ്ക്കായി കടുത്ത നിലപാടുകൾ സ്വീകരിച്ചെന്നും നദ്ദ പറഞ്ഞു. മോദി സർക്കാരിന്റെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളെ കാണുകയായിരുന്നു നദ്ദ. जो विकसित भारत और विकसित भारत में अमृतकाल और अमृतकाल के लिए जो सेवा, सुशासन और गरीब कल्याण, इस पे जो समर्पित 11 साल प्रधानमंत्री मोदी जी के नेतृत्व में कार्य हुआ है, वह स्वर्ण अक्षरों में लिखे जाने वाला कार्य हुआ है. It should be written in golden words, in golden letters, क्योंकि जो काम हुआ है वह अकल्पनीय और अद्वितीय. और इस बात को हमको ध्यान में रखना चाहिए कि किस तरीके से प्रधानमंत्री मोदी जी ने देश की राजनीति की संस्कृति, पॉलिटिकल कल्चर, देश के राजनीतिक संस्कृति, पॉलिटिकल कल्चर को उन्होंने परिवर्तित किया है. देश 11 साल पहले तुष्टीकरण पर और तुष्टीकरण के साथ साथ समाज को खंडित करके अपनी कुर्सी को सेफ करना, यह एक राजनीतिक संस्कृति का तरीका बन गया था. लेकिन प्रधानमंत्री मोदी जी के आने ചലോ LOC. ബുള്ളറ്റിനെതിരെ ബുള്ളറ്റിൽ എന്ന മുദ്രാവാക്യവുമായി ചലോ LOC യാത്രാ സംഘം പഠാൻകോട്ട് സംഘ കാര്യാലയത്തിലെത്തി. യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന R രാമാനന്ദനും മറ്റ് അംഗങ്ങളും തത്സമയം ജനം TVക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ രാമാനന്ദൻ. ബുള്ളറ്റിനെതിരെ ബുള്ളറ്റിലുള്ള യാത്ര, അത് ആ യാത്ര സുഖകരമായി തുടരുകയാണല്ലോ. നിരവധി വെല്ലുവിളികളും കാലാവസ്ഥാപരമായ നിരവധി പ്രശ്നങ്ങളുമൊക്കെ തരണം ചെയ്താണ് ബുള്ളറ്റിലുള്ള ഈ യാത്ര നിങ്ങൾ പിന്തുടരുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തീവ്രവാദികളുടെ വലിയ ആക്രമണങ്ങൾ നേരിട്ട മണ്ണിലൂടെയൊക്കെ തന്നെ അവർക്കെതിരായ സന്ദേശം രാജ്യത്തൊന്നാകെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ യാത്ര ഇപ്പോൾ പഠാൻകോട്ടിൽ എത്തി നിൽക്കുന്നു. എന്താണ് യാത്രയുടെ ഏറ്റവും പുതിയ വിശേഷം ശ്രീ രാമാനന്ദൻ? ഞങ്ങൾ ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് 498 കിലോമീറ്റർ സഞ്ചരിച്ച്
ഇപ്പോ പഠാൻകോട്ടിലാണുള്ളത്. പഠാൻകോട്ട് അറിയാമല്ലോ. പഠാൻകോട്ട് ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഭീകരവാദികളുടെ ഒരു ടാർഗറ്റ് ആയിരുന്ന സ്ഥലമാണ്. അവിടെ സംഘകാര്യാലയത്തിലാണ് ഇന്നത്തെ താമസം. വളരെ ചലഞ്ചിങ് ആണ് യാത്ര. കാര്യം പത്താൻകോട്ടിലേക്ക് അടുക്കുമ്പോൾ ഇവിടുത്തെ ചൂട് 50 ഡിഗ്രിയാണ്, ഏതാണ്ട് 49 ഡിഗ്രിയോളം വരുന്നു. 48-49 ഡിഗ്രിയോളം വരുന്നു. ബൈക്കിൽ കറുത്ത വസ്ത്രം ഇട്ട് ഉള്ള യാത്ര എന്ന് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഒരു വളരെ ഹാർഷ് വെതർ കണ്ടീഷനിലൂടെയാണ് 2 ദിവസമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:30 മണിക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇവിടെ ഒരു 12:30-1 മണിയാകുമ്പോഴേക്ക് ഒരു ബാച്ച് എത്തി. ബാക്കിയുള്ള ആളുകൾ ഏതാണ്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് എത്തിച്ചേർന്നു. കൂടുതലുള്ള ഒരാൾക്ക് ഈ ചൂട് കാരണം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം കാര്യമായി ശ്രദ്ധിച്ച് ആണ് പോകുന്നത്. എന്നാൽ പോലും ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം ഇത്രയും യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ആളുകളുണ്ട്, ഇത്രയും ഹാർഷ് വെതർ കണ്ടീഷനിലേക്ക് എക്സ്പോസ്ഡ് ആവാത്ത ആളുകളുണ്ട്, അതിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും എല്ലാവരും ഒരേ മനസ്സോടെ, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ പോലും അവരൊക്കെ ചോദിക്കുന്നത് നമ്മുടെ പട്ടാളക്കാർ എത്രയും ഹാർഷ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത് എന്നാണ്. അതൊക്കെ കാണിക്കുന്നത് ഒരു വലിയ എന്താ പറയാ, ഒരു ആത്മാഭിമാനമുള്ള ഒരു ഭാരതീയന്റെ ശബ്ദം അതിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ പോലും ആരോഗ്യം വളരെ പാരമൗണ്ട് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാളെ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ ജമ്മുവിലേക്ക് യാത്ര ചെയ്യും. ജമ്മു, ഉധംപൂർ, അതിനുശേഷം ഞങ്ങൾ ശ്രീനഗറിലെത്തും. നൈറ്റ് ശ്രീനഗറിലാണ് സ്റ്റേ. നാളെ ജമ്മുവിൽ വലിയ സ്വീകരണ പരിപാടികളൊക്കെ ഉണ്ട്. ഉധംപൂരിലും ഈ പറഞ്ഞ പോലെ വലിയ സ്വീകരണ പരിപാടികളുണ്ട്. ശ്രീനഗറിൽ ഞങ്ങളൊരു തിരങ്ക റാലി പ്ലാൻ ചെയ്യുന്നുണ്ട്. ലാൽ ചൗക്കിൽ തിരങ്ക ജണ്ട കൊണ്ടുപോകണം, ഉയർത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതുവരെയുള്ള പ്ലാനുകൾ. ശ്രീ രാമാനന്ദ, കാലടിയിൽ നിന്നും ശ്രീ ശങ്കരൻ്റെ മണ്ണിൽ നിന്നുമാണ് ഈ യാത്ര ആരംഭിച്ചത്. നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോകുന്നു. നമ്മുടെ ഭാരതീയരായ സഹോദരന്മാർ അവർ ഈ യാത്രയെ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്? അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വിവിധ സ്ഥലങ്ങളിലുള്ള അവരുടെ ഒരു സന്തോഷം, സ്നേഹം, അതൊക്കെ അനുഭവപ്പെടാൻ കഴിയുന്നുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ കൂടി ശ്രീ രാമാനന്ദ്. വളരെ നല്ല സ്വീകരണമാണ്. എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് വലിയ സ്വീകരണമാണ്. ഹുസൂർ മുതൽ, അതായത് പറയുകയാണെങ്കിൽ പാലക്കാട് മുതൽ വലിയ സ്വീകരണമാണ് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും ആളുകൾ വലിയ സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഇന്ന് തന്നെ വലിയ ഒരുക്കങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മലയാളികളായതുകൊണ്ട് പത്താൻകോട്ടില് ചോറും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സംഘകാര്യാലയത്തില്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും വീട് പോലെ തോന്നുന്നു എന്നുള്ളതൊരു വലിയ കാര്യമല്ല. ഞങ്ങൾക്ക് ആർക്കും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പോലത്തെ ഒരു ഹോം സിക്നെസ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ സത്യം. വളരെയധികം സന്തോഷം ശ്രീ രാമാനന്ദ്. സമ്പൂർണ്ണ ആരോഗ്യം ഒക്കെ ശ്രദ്ധിച്ച് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിച്ച് ഈ യാത്ര സമ്പൂർണ്ണ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ദിവസവും ജനൻ ടി വിക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഈ യാത്രാ സംഘം ഉണ്ട് എന്നുള്ളത് ഞങ്ങളെയും ഏറെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ഈ ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റിലുള്ള യാത്ര തുടരട്ടെ, അത് വിജയകരമായി പൂർത്തിയാക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. നാളെയും വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരണം. യാത്രാ സംഘത്തിന് എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ശ്രീ രാമാനന്ദ്. അടുത്ത വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് IFAയുടെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. ന്യൂഡൽഹിയിലെ കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് ഡോക്ടർ മായങ്ക് ശർമ്മ, IDAS ദക്ഷിണ വ്യോമസേന മേധാവി എയർ മാർഷൽ മനീഷ് ഖന്ന എന്നിവരുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടന കർമ്മം നടന്നു. വ്യോമസേന, നാവികസേന, കരസേന, MES എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് പ്രതിരോധ അക്കൗണ്ട്സ് വകുപ്പ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ചാനൽ ചർച്ചയ്ക്കിടെ RSSനെതിരെ വിവാദ പരാമർശം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റിക്കെതിരെ സമൻസ്. RSS കണ്ണൂർ ജില്ലാ കാര്യവാഹ് ശ്രീജേഷ് നൽകിയ പരാതിയിലാണ് നടപടി. കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയക്കാൻ ഉത്തരവിട്ടു. വിവരങ്ങളുമായി മിഥുൻ പിള്ള കൂടുതൽ വിവരങ്ങൾ. വിനോദ്, 2020 ഡിസംബർ 13-നാണ് ചാനലിൽ ചർച്ചയ്ക്കിടെ ഇത്തരമൊരു വിവാദ പരാമർശം റിജിൽ നടത്തിയത്. ചർച്ച നടക്കവേ ഗാന്ധിജിയെ കൊന്നവരിലെ RSS, മഹാത്മാഗാന്ധിയെ വധിച്ച RSS എന്ന സംഘടന ഈ രാജ്യത്ത് വർഗീയ കലാപമുണ്ടാക്കിയ സംഘടനയല്ലേ തുടങ്ങി വ്യാജ പരാമർശങ്ങൾ റിജിൽ നടത്തിയിരുന്നു. സമാനമായ കേസുകളിൽ വന്ന ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിന്യായങ്ങളും
അതുപോലെ തന്നെ ഈ പരാതിക്കാസ്പദമായ വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിജിൽ മാക്കുറ്റിക്ക് സമൻസ് അയക്കാൻ വേണ്ടി ഉത്തരവിട്ടത്. ചർച്ചയിൽ പങ്കെടുത്ത് നടത്തിയ റിജിലിന്റെ പരാമർശങ്ങൾ സംഘടനയ്ക്ക് മാനഹാനി ഉണ്ടാക്കിയെന്ന് കാണിച്ച് RSS അയച്ച വക്കീൽ നോട്ടീസ് പരസ്യമായി അന്ന് യൂത്ത് കോൺഗ്രസ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. തുടർന്നാണ് RSS വീണ്ടും കോടതിയെ സമീപിച്ചത്. BJPയുടെ ദേശീയ ഉപാധ്യക്ഷനായ AP അബ്ദുള്ള കുട്ടി, ഈ ചാനൽ ചർച്ച നയിച്ച MP നികേഷ് കുമാർ, ചർച്ചയിൽ പങ്കെടുത്ത KV ഹരിദാസ് തുടങ്ങിയവർ ഈ കേസിലെ സാക്ഷികളാണ്. RSSന് വേണ്ടി അഡ്വക്കേറ്റ് MR ഹരീഷാണ് കോടതിയിൽ ഹാജരായത്. വിനോദ്, വ്യക്തമാണ്. ചാനൽ ചർച്ചയ്ക്കിടെ RSSനെതിരെ വിവാദ പരാമർശം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റിക്കെതിരെ RSS സമൻസ് അയച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള. രാജ്യാന്തരം പൂർത്തിയാവുന്നു. ഇനി ജനൻ ഡിബേറ്റ് കാണാം. നമസ്തേ.